നമസ്തേ, ആപ് സभी को हमारे ചാനൽ पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കൃഷ്ണഭക്തി ശാഖയിലെ കവിമാരെയും അവരുടെ രചനകളുമാണ് പരിചയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണഭക്തി ശാഖ എന്ന് പറയുമ്പോൾ സൂർദാസിനെ നമ്മൾ ഫസ്റ്റ് ഓർക്കണം. പിന്നെ അഷ്ടചാബിലെ കവിമാരെയും നമ്മൾ ഓർക്കണം കേട്ടോ. ഗോചിച്ചന കുബസൂക്ർ എന്ന നമ്മൾ കോഡിലൂടെ നമ്മൾ അഷ്ടചാപ് പഠിച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങളൊന്ന് ആ 8 കവിമാരെയും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ സൂർദാസിൻ്റെ രചനകൾ എന്ന് പറഞ്ഞാൽ സൂർസാരാവലി, സൂർസാഗർ, സാഹിത്യലഹരി, ഭ്രമർഗീത്, ഗോവർദ്ധൻ ലീല, പദസംഗ്രഹ്, സൂർപചീസി 7 രചനകളാണ് സൂർദാസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകൾ വരുന്നത്. അപ്പോൾ സൂർദാസ് എന്താണ്? ഭക്തിശാഖയിലെ പ്രതിനിധി കവിയാണ്. അപ്പോൾ കൃഷ്ണഭക്തി ശാഖയിലെ പ്രതിനിധി കവി കോൻ ഹേ എന്ന് ചോദിച്ചാൽ സൂർദാസാണ്. പിന്നെ ഹിന്ദി സാഹിത്യക്ക് സൂര്യ കോൻ ഹേ എന്ന് ചോദിച്ചാലും സൂർദാസാണ്. ഹിന്ദി സാഹിത്യക്ക് സൂർ കോൻ ഹേ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും സൂർദാസാണ്. സൂർ എന്ന് പറഞ്ഞാൽ സൂര്യയാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂർദാസ് എന്താണ്? അന്ധനാണല്ലേ, അന്ധനായ കവിയാണ്. ജന്മാന്ധത്തെ, സൂർദാസ് ജന്മാന്ധത്തെ, ജന്മന അന്ധനായ ഒരു കവി കൂടിയാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ സൂർദാസിൻ്റെ ഈ 7 രചനകളും സൂർസാരാവലി, സൂർസാഗർ, സാഹിത്യലഹരി, ഭ്രമർഗീത്, ഗോവർദ്ധൻ ലീല, പദസംഗ്രഹ്, സൂർപചീസി ഇത്രയും ഓർത്തു വെക്കുക. നെക്സ്റ്റ് നന്ദദാസാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നന്ദദാസ് എന്താണ്? 13 രചനകളോളം നിർവഹിച്ചിട്ടുണ്ട് നന്ദദാസ് കേട്ടോ. അപ്പോൾ നന്ദദാസ് അഷ്ടചാപിലെ കവിയാണ്. അത് പ്രത്യേകം ഒന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ നന്ദദാസിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ബ്രജാണ് കേട്ടോ. അതും ഒന്ന് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഏതൊക്കെയാണ് രചനകൾ? രാസ് പഞ്ചാധ്യായ്, സിദ്ധാന്ത് പഞ്ചാധ്യായ്, അനേകാർത്ഥ മഞ്ജരി, മാൻ മഞ്ജരി, റൂപ് മഞ്ജരി, വിരഹ മഞ്ജരി, ഗോവർദ്ധൻ ലീല, സുദാമാചരിത്, ഭംവർഗീത്, ശ്യാം സഗായി, രുക്മിണി മംഗൾ, ഭാഷാദശംസ്കന്ദ്, പദാവലി എന്നിങ്ങനെ 13 രചനകളാണ് വരുന്നത്. അപ്പോൾ ഗോവർദ്ധൻ ലീല നമ്മൾ സൂർദാസിൻ്റെ രചനയിലും പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഹിന്ദി സാഹിത്യത്തിൽ തന്നെ സെയിം പേരുകളുള്ള ഒരുപാട് രചനകൾ വരുന്നുണ്ട്. രചയിതാക്കന്മാർ ഡിഫറൻസ് ആയിരിക്കും. അത് നമ്മളൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ ലീല നന്ദദാസും വരുന്നുണ്ട്, സൂർദാസും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ ഇവർ രണ്ടാളെ പേരിൽ ആരെ പേരാന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസിലൂടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നന്ദദാസിൻ്റെ അധികവും മഞ്ജരികളാണ് അല്ലേ. അനേകാർത്ഥ മഞ്ജരി, മാനമഞ്ജരി, രൂപമഞ്ജരി, വിരഹമഞ്ജരി എന്ന് പറഞ്ഞിട്ട് മഞ്ജരി എന്നതിൻ്റെ ഒരുപാട് രചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഭംവർഗീതൊക്കെ നന്ദദാസിൻ്റേതാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് റസ്ഖാനാണ്. റസ്ഖാന് ശരിക്കും പേരെന്താണ്? റസ്ഖാൻ കാ അസ്ലി നാം ക്യാ ഹെ? सईद इब्राहिम था. रस खान का असली नाम सईद इब्राहिम था. इनका जन्म हरदोई में हुआ था. ഹർദോയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഹർദോയിയാണ് കേട്ടോ. പിന്നെ ഇനോനെ അപ്പനെ സമ്പൂർണ്ണ ജീവൻ കൃഷ്ണഭക്തിക്കോ സമർപ്പിത് കർ ദിയാ था. അദ്ദേഹം തൻ്റെ മുഴുവൻ ജീവിതവും കൃഷ്ണഭക്തിക്ക് വേണ്ടി സമർപ്പിച്ചവനാണല്ലേ. ഇനിയും പ്രേംരസ് കി ഖാൻ കഹാ ജാതാ ഹെ. അപ്പോൾ റസ് ഖാൻ എന്താണ് പറയുന്നത്? പ്രേംരസത്തിൻ്റെ ഖാൻ എന്നാണ് അറിയപ്പെടുന്നത്. റസ് ഖാൻ കി മുഖ്യ രചന ഏതൊക്കെയാണ്? റസ് ഖാൻ്റെ രചനകൾ പ്രേംവാടിക എല്ലാവർക്കും അറിയാം അല്ലേ. പ്രേംവാടിക റസ് ഖാൻ്റെയാണ്. സുജാൻ റസ് ഖാൻ, അതെ, ദാൻ ലീല, ഈ 3 രചനകളാണ് റസ് ഖാൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകൾ. ഏതൊക്കെയാണ്? പ്രേംവാടിക, സുജാൻ റസ് ഖാൻ, ദാൻ ലീല. പ്രേംവാടിക, സുജാൻ റസ് ഖാൻ, ദാൻ ലീല. അപ്പോൾ റസ് ഖാൻ്റെ ശരിക്കും പേരെന്താണ്? അസ്ലീന സയ്യിദ് ഇബ്രാഹിം എന്നാണ്.
പിന്നെ റസ് ഖാൻ അറിയപ്പെടുന്നത് എന്താണ്? പ്രേംരസ് കി ഖാൻ എന്നാണ് റസ് ഖാൻ അറിയപ്പെടുന്നത്. പിന്നെ വരുന്നത് മീരാബായി ആണ്. മീരാബായി കൃഷ്ണഭക്തി ശാഖയിലെ കവയിത്രിയാണ് അല്ലേ? മീരാബായി എന്താണ്? സ്വയം ഏക് ലോക് നായിക ഹെ അല്ലേ? മീരാബായി സ്വയം ഏക് ലോക് നായിക ഹെ. അപ്പോൾ കൃഷ്ണഭക്തി എന്ന് പറയുമ്പോൾ അത്രക്കും ഒരു വലിയൊരു കാര്യമായിട്ടെടുത്തൊരു വ്യക്തിയാണ് മീരാബായി. കൃഷ്ണനോടുള്ള സ്നേഹമാണ് മീരാബായിയുടെ അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ? इन्होंने सामाजिक और पारिवारिक दस्तूरों का बहादुरी से मुकाबला किया और कृष्ण को अपना पति मानकर उनकी भक्ति में लीन हो गई അല്ലേ? കൃഷ്ണനെ എന്താ ഒരു ഭർത്താവിൻ്റെ ഒരു സ്ഥാനം കൊടുത്തിട്ടാണ് ഒരു ഭക്തി, ആ ഒരു ഭക്തിയിലാണ് അദ്ദേഹം ലയിച്ചു തീരുന്നത് അല്ലേ? ഒരു എന്താ പതിയോടുള്ള സ്നേഹം പോലെയാണ് മീരാബായിക്ക് കൃഷ്ണനോടുള്ള ഭക്തി. മീര സ്വയം കോ കൃഷ്ണ കി പ്രേയസി മാൻതി ഹെ അല്ലേ? മീര എന്താണ്? കൃഷ്ണനെ പ്രേയസിയായിട്ടാണ് കണക്കാക്കുന്നത്. തഥാപിനെ സബി പദോമി ഉസി തര വ്യവഹാർ കർത്തി ഹെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പദങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. എനിക്ക് സബി പദ് ഗേയ് ഹെ അല്ലേ? ഗേയ് പദമാണ് മീരാബായിൻ്റേത്. നമുക്ക് പാടാൻ സാധിക്കുന്ന പദമാണ് മീരാബായിൻ്റേത്. ഗേയ് പദം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് പാടാൻ സാധിക്കുന്നത്. അപ്പോൾ മീരാബായിൻ്റെ പദാവലിയിലാണ് സംഗ്രഹിച്ചിട്ടുള്ളത്. മീരാബായിൻ്റെ പദാവലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ രചനകൾ ഏതൊക്കെ? അന്യരചനകൾ ചോദിച്ചാൽ രാഗ് ഗോവിന്ദ്, രാഗ് സോരഠ, ബർസി കാ മായര, ഗീത് ഗോവിന്ദ്, ടീക്ക. ഈ 4 രചനകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പദാവലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പദാവലി മീരാബായിൻ്റേതാണ്. അപ്പോൾ മീരാബായിൻ്റെ രചനകളൊക്കെ സംഗ്രഹിച്ചിട്ടുള്ളത് പദാവലിയിലാണ്. പിന്നെ അന്യരചനകളാണ് നമ്മൾ പറയുന്നത് രാഗ് ഗോവിന്ദ്, രാഗ് സോരഠ, ബർസി കാ മായര, ഗീത് ഗോവിന്ദ്, ടീക്ക. അപ്പോൾ മീരാബായിൻ്റെ ഗുരു എന്ന് പറയുന്നത് റൈദാസാണ് കേട്ടോ. മീരാബായിൻ്റെ ഗുരു റൈദാസാണ്. അതും ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ നമ്മളിന്ന് 4 കവിമാരെയാണ് പരിചയപ്പെട്ടത്. സൂർദാസ്, നന്ദദാസ്, റസ് ഖാൻ, മീരാബായി. ഇവരുടെ രചനകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത കവിമാരുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.